ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ അതിശൈത്യം തുടരുകയാണല്ലോ. കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ച തുടരുന്നതിനാൽ വരും ദിവസങ്ങൾ തണുപ്പ് വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പുമുണ്ടല്ലോ. ജിഷ്ണു കൃഷ്ണൻ, ഇപ്പോൾ ജിഷ്ണു, നമുക്കറിയാം സമയം 10 മണിയോട് അടുക്കുന്നു. എന്നിട്ടും ആ കാഴ്ചകൾ നമ്മൾ ജിഷ്ണു നിൽക്കുന്ന സ്ഥലം പോലും നമുക്ക് അതിൻ്റെ പിന്നിലുള്ള സ്ഥലങ്ങൾ പോലും കാണാൻ കഴിയാത്ത നിലയിലുള്ള മഞ്ഞ് മൂടിയ അന്തരീക്ഷമാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. അവിടെ ശൈത്യം അതികഠിനമായി തുടരുകയാണല്ലോ. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. ഡൽഹി, ഉത്തർപ്രദേശ് കൂടാതെ ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതിശൈത്യം തുടരുന്നു. ഡൽഹിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ച സമയങ്ങളിൽ ഏറ്റവും ഉയർന്ന താപനില 15 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുകയുള്ളൂ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്. ഹിമാലയൻ മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ച തുടരുകയാണ്. അത് കാരണം വരും ദിവസങ്ങളിലും അതിശൈത്യം തുടരും. താപനില ഇനിയും താഴാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും -ഡിഗ്രിയിലേക്ക് രാത്രികാലങ്ങളിൽ ഇതിനോടകം തന്നെ താപനില പോയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ജനജീവിതം ദുഷ്കരമാക്കുന്ന തരത്തിലുള്ള അതിശൈത്യത്തിലേക്ക് ഉത്തരേന്ത്യൻ നഗരങ്ങൾ കടക്കുന്നു. ഒപ്പം കനത്ത മഞ്ഞുമൂടൽ ഡൽഹിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ വായു മലിനീകരണവും കനത്ത മഞ്ഞുമൂടലും വലിയ രീതിയിൽ യാത്രാ സംവിധാനത്തെ, റോഡ്, റെയിൽ, വ്യോമ ഗതാഗതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പുലർച്ചെ സമയങ്ങളിൽ 50 മീറ്ററിന് താഴെ മാത്രമാണ് ദൂര കാഴ്ചപരിധിയുള്ളത്. 50 മീറ്ററിന് അപ്പുറത്തേക്ക് കാണാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് നിരവധി വിമാന സർവീസുകൾ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ട്രെയിനുകൾ വൈകി ഓടുന്നുണ്ട്. റോഡ് ഗതാഗതത്തെ സംബന്ധിച്ചും യാത്ര ദുഷ്കരമാക്കിയിട്ടുണ്ട്. വായു ഗുണനിലവാര സൂചിക 360-ന് മുകളിൽ, അതായത് വളരെ മോശം അവസ്ഥയിൽ തുടരുകയാണ്. കുട്ടികളും പ്രായമായവരും ഒപ്പം ശ്വാസകോശ സംബന്ധമായും ഹൃദയ സംബന്ധമായും അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അതിശൈത്യം, തണുപ്പ് ഇനിയും വർദ്ധിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അതിനനുസൃതമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം ശൈത്യകാലത്തിലേക്ക് കടന്നതോടെ ഉത്തരേന്ത്യൻ നഗരങ്ങളിലേക്ക് അല്ലെങ്കിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഉയർന്ന മേഖലകളിലേക്ക് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ചുകൊണ്ട് മാത്രം യാത്ര ചെയ്യണം എന്ന അറിയിപ്പാണ് വിനോദസഞ്ചാരികൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. കാരണം കനത്ത മഞ്ഞുവീഴ്ച കാരണം പല മേഖലകളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒറ്റപ്പെട്ട അവസ്ഥയുണ്ട്. അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വേണം വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യാൻ എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും അതിശൈത്യം ഉത്തരേന്ത്യൻ നഗരങ്ങളെ അത്രയധികം വലിഞ്ഞ് മുറുക്കുകയാണ്. ഡൽഹിയിൽ കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടിയ താപനില 15 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുകയുള്ളൂ എന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വിനോദ്, ഉത്തരഭാരതത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം അതിശൈത്യം തുടരുകയാണ്. ഡൽഹിയിലെ ഏറ്റവും കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ച തുടരുന്നതിനാൽ വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.